മച്ചന്മാരെ നമ്മളിപ്പം കോവളം ബീച്ചിലുള്ള കേട്ടോ. നല്ല തിരക്കാണ് അവിടെ. ബോട്ട് സർവീസൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ആവശ്യക്കാർക്കൊക്കെ കയറി യാത്ര ചെയ്യാം. പക്ഷേ ഈ തിരമാലയുടെ അതിശക്തമായിട്ടുള്ള തിരമാല കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ ഭയം കേട്ടോ. ഞാനും എൻ്റെ ഫാമിലിയുണ്ട്. നല്ല ജനമുണ്ടല്ലേ. അതികഠിനമായ തിരമാല കേട്ടോ. അവളുമാരെല്ലാം കൊണ്ട് ചാണ്ട് കിടക്കണം. നല്ല അപകടം ഉണ്ടാകാൻ വളരെ സാധ്യത കൂടിയ തിരമാല പഠിക്കുന്നുണ്ടോ. അതല്ല ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അതിനോട് അതിശക്തമായ കാറ്റ്. നമുക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യണേ തന്നെ ഭയങ്കര തിരമാല. എല്ലാവരും വെള്ളത്തിൽ ഭയങ്കര കളിയാട്ടോ. ആ ഒരു പയ്യനല്ലേ, ആ പയ്യൻ കുറച്ച് നേരമായിട്ട് അവിടെ കൊണ്ടുവന്ന് ഭയങ്കര കളിയാണ്. ഹായ്. അതേമാരെ ചെറുതും വലുതുള്ള പിള്ളേരെല്ലാം കിടന്ന് കളിയാട്ടോ. പിള്ളേർക്കൊക്കെ കാഴ്ച ഭയങ്കര ഇൻട്രസ്റ്റിങ്ങാണ്. പിള്ളേർക്കൊക്കെ കാഴ്ച. അടിപൊളി തിരമാല കേട്ടോ. വരെ നമ്മുടെ ടൂറിസ്റ്റുകളെ കൊണ്ട് പോയ ബോട്ട് ഒരെണ്ണം കയറി വരുന്നുണ്ട് കേട്ടോ. ആണല്ലേ, ബോട്ട് വന്നിട്ടുണ്ടല്ലേ ഇത്രയും യാത്രക്കാരായിട്ട്. ബോട്ട് അവിടെ വരെ വരുന്നുള്ളൂ. അത് രണ്ടാമത്തെ ബോട്ട് വരുന്നുണ്ട്. ബോട്ടിലേക്ക് പോകണ്ട നമുക്ക് പേടി വരുന്നുണ്ട്. തിരമാല കൊണ്ടേ കൂടെ ഭയങ്കര ഓഫ് റോഡിൽ നമ്മുടെ 4 വീലർ പോകുന്നവരാട്ടോ ആ അമ്മര് പോകുന്ന കേട്ടോ. അപ്പോൾ 4 ബോട്ടും തിരിച്ചു വരുന്നുണ്ട്. യാത്രക്കാരുമായി കുറേ കിലോമീറ്റർ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇതിൻ്റെ റേറ്റും കാര്യം എങ്ങനെയാണെന്ന് അറിയത്തില്ല. നമുക്ക് അവരോട് തന്നെ ചോദിച്ചാലേ അറിയത്തുള്ളൂ. അങ്ങനെ സ്പീഡ് ബോട്ട് കേട്ടോ. 4 ബോട്ടും യാത്രക്കാരുമായി കടന്ന് തിരിച്ചു വന്നിട്ടുണ്ട്. അങ്ങനെ കുറേ നോർത്ത് ഇന്ത്യക്കാരെന്ന് തോന്നുന്നു. കുറച്ച് പിള്ളേരൊക്കെ എടുക്കുന്ന ഭയങ്കര ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ബോട്ട് അവർ കരയിലേക്ക് വലിച്ചു കയറ്റും കേട്ടോ. യാത്രക്കാരുടെ കയറി വന്ന ബോട്ട് കയറി വന്നിട്ടുണ്ട്. അടുത്ത ബോട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അതിനകത്ത് കൊച്ചു കുഞ്ഞുങ്ങളും കേട്ടോ. കണ്ടോ പോന്നെ ഇതാണല്ലേ. രണ്ടാമത്തെ ബോട്ട് വന്നു, അത് വലിച്ചു കയറി. ബോട്ടെല്ലാം വലിച്ചു കയറ്റി കേട്ടോ. അടുത്ത 2 ബോട്ട് അവിടെ നിൽപ്പുണ്ട്. അതിപ്പോൾ കയറി വരുന്നുണ്ട് ഇങ്ങോട്ട്. ഒരു പൊടിക്കുഞ്ഞിനെയൊക്കെ ഇറക്കുന്നുണ്ടല്ലേ. കണ്ടോ, കൊച്ചു കുഞ്ഞിനായിട്ട് പോകുന്നുണ്ടോ. അതിനെ ഇറക്കി, അങ്ങനെ ആൾക്കാരെല്ലാം ഇറക്കി കേട്ടോ. അപ്പോൾ ധൈര്യം തന്നെ വേണം കേട്ടോ. നല്ലൊരു ധൈര്യം തന്നെ വേണം. അവിടെ അടുത്ത ആൾ കയറി. അതുപോലെ ഇത്രയും ശക്തമായ തിരമാല നമുക്ക് തന്നെ പേടി വരും. അതുപോലത്തെ അതിശക്തമായിട്ടുള്ള തിരമാലകളാണല്ലോ. ഇതുണ്ട് ഇവരൊക്കെ ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല തിരമാലയാണ് കയറി വരുന്നത്. നല്ല അടിപൊളി തിരമാലയാണ് വരുന്നത്. ഞാൻ 2 ബോട്ടോടെ നിൽക്കുകയാണ്. എന്താ നടത്തില്ല അല്ലേ. ഞാൻ 2 ബോട്ടോടെ അവർ എന്താണെന്നറിയാം. ആ ബോട്ടോടെ നിന്നറിയാം. ഈ ബോട്ട് പിടിച്ച് നിർത്താൻ വേണ്ടി ഇവർ 4-5 പേരേ ഉള്ളേ. അപ്പോൾ ഒരു ബോട്ട് പിടിച്ച് അത് പറഞ്ഞു വിടുക. കണ്ടോ, ആ ബോട്ട് തുള്ളിച്ചടി പോകുന്നുണ്ട്. തിരമാലക്കകത്ത് ഭയങ്കര എന്താ പറയുക, നമുക്കിങ്ങനെ കണ്ടാൽ തന്നെ നമുക്ക് പേടി വരുന്നുണ്ടോ. വെള്ളം കയറി വരുന്നുണ്ടോ. നമ്മുടെ കാലിലിറങ്ങി വരുവാണ്. രണ്ടാമത്തെ ബോട്ട് കയറി വരുന്നുണ്ട്. അതേ ബോട്ട് പോകുന്നുണ്ടോ. എന്തോ സ്പീഡിലാണ് പോകുന്നു. ഈ അടുത്ത ബോട്ട് കയറി വന്ന് അവർ പിടിച്ചു. അതിശക്തമായിട്ടുള്ള തിരമാലകളാണ്.
ഇതല്ലേ ഇവിടുത്തെ ജനസംഖ്യ ഉണ്ടല്ലേ. അങ്ങനെ ആ ബോട്ട് അവർ പിടിച്ചു കയറ്റി. ഈ ബോട്ട് സർവീസിന് എങ്ങനെ റേറ്റ്? 1500. എത്ര പേർക്കാ? 4 വലിയ ആൾക്കാർക്ക് ഒരു കൊച്ചി. ഇതുമാരെ 4 വലിയ ആൾക്കാർക്കും ഒരു കുഞ്ഞിനും കൂടെ 1500 രൂപയാണ് ബോട്ട് സർവീസ് റേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ അവർ അടുത്ത ബോട്ടൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ. അത് ഞങ്ങളുടെ നോക്കി അവർ 4 ഇവരെന്ത് വിശ്വസിച്ച് പോകുന്നുള്ള എനിക്കറിയാൻ പാടില്ലേ. കൂടുതലും ഇത് മലയാളികളല്ല കേട്ടോ, ഇത് കൂടുതലും നോർത്ത് ഇന്ത്യക്കാരും അങ്ങനെയുള്ളവരൊക്കെ കേട്ടോ. നമ്മുടെ മലയാളികളൊന്നുമല്ല, അവർ ബോട്ടൊക്കെ കയറിയിട്ടുള്ളതൊന്നും മലയാളികളല്ല. ഉണ്ടല്ലേ പോകുന്നുണ്ടല്ലേ, നമുക്ക് തന്നെ പേടി വരും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.